ജിൽസ്, എന്തായാലും ഊരാളുങ്കൽ ആവശ്യപ്പെട്ട തുക നൽകാൻ കഴിയില്ല. നേരത്തെ ബോർഡ് തീരുമാനിച്ച തുക അത് 4.99 കോടി നൽകുമെന്നുള്ള തീരുമാനം. അതേസമയം ഊരാളുങ്കലിന് കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചതാണോ എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ ഒരു മറുപടി പറയാനോ കുറ്റപ്പെടുത്താനോ തയ്യാറായില്ല എന്നുള്ളത് കൂടെ ശ്രദ്ധേയമാണ്. സെയ്ഫ് സൈൻലാബ്ദീൻ കൂടെ ചേരുന്നുണ്ട്. സെയ്ഫ്, ഇതിൽ ഏറ്റവും പ്രധാനം തെറ്റുപറ്റിയിരിക്കുന്നു. ദേവസ്വം ബോർഡിന് കണക്കുകൾ നൽകിയതിൽ ഓഡിറ്റർക്കല്ല തെറ്റുപറ്റിയത്, ദേവസ്വം ബോർഡിന് തന്നെയാണെന്ന് പറയുന്നു. അങ്ങനെ ദേവസ്വം ബോർഡിന് തെറ്റുപറ്റി എന്ന് പറയുന്നത് വഴി സർക്കാർ വാദങ്ങളെ അല്ലെങ്കിൽ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാദങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ സർക്കാരിനെ എത്രത്തോളം സർക്കാരിന് എടുത്ത നിലപാടിന് പിന്തുണ നൽകുന്ന വാദം കൂടിയാണ് കെ ജയകുമാർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എടുത്തത്. അതൊരു തുറന്നു പറച്ചിലാണ് എന്ന് തോന്നുന്നു. ഒരു രാഷ്ട്രീയക്കാരനാണ് ബോർഡിന്റെ അധ്യക്ഷൻ ആയി ഇരിക്കുന്നതെങ്കിൽ ഇത് പറയില്ല. അദ്ദേഹം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചീഫ് സെക്രട്ടറി പദവിയിലിരുന്ന ഒരാളായതുകൊണ്ടാണ്, ഒരു ഉദ്യോഗസ്ഥ തലപ്പത്തിരുന്ന ആളായതുകൊണ്ടാണ് ഈ തുറന്നു പറച്ചിൽ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ഇതിങ്ങനെ വളഞ്ഞു മൂക്കെ പിടിക്കുന്ന പരിപാടിയായി പോയെന്നെ. പക്ഷേ കെ ജയകുമാർ സത്യസന്ധമായി പറഞ്ഞു, ഇതിനകത്ത് തെറ്റ് മൊത്തം ഞങ്ങളുടെ തെറ്റാണ്. ഞങ്ങൾ ഓഡിറ്റർക്ക് കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ പല സമയങ്ങളിലും നടന്നിട്ടില്ല. ഇവിടുന്ന് പേപ്പർ അവിടെ പോയി അദ്ദേഹം പരിശോധിച്ച് തിരിച്ചു വരണം. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. ഓഡിറ്റർ പലതവണ ബോർഡുമായി ബന്ധപ്പെട്ട് ഇത് ചോദിച്ചെങ്കിലും ബോർഡ് അത് തിരികെ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡിനുണ്ടായ വീഴ്ചകളെല്ലാം അദ്ദേഹം എണ്ണി പറയുകയായിരുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് രാഷ്ട്രീയക്കാരനാണെങ്കിൽ പറയില്ല, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥ തലപ്പത്തുള്ള ആളായതുകൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയക്കാരോട് ജോലി ചെയ്തതിന്റെ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ ഉണ്ട്. ചില വിഷയങ്ങളിൽ മറുപടി പറയേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ തോന്നാം, ഈ വിഷയത്തിൽ എന്താണ് എടുക്കാൻ പോകുന്നത്, ചില സംശയങ്ങൾ തോന്നാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾക്കിടയിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27-ാം തീയതി ഈ കോടതി ഈ കേസ് പരിഗണിക്കും. 26-ാം തീയതിക്ക് മുന്നോടിയായി തന്നെ ഇത് ക്ലാരിഫൈ ചെയ്ത് ഞങ്ങൾ ഇത് കൊണ്ട് അവിടെ കൊടുക്കും. ഇനി 4,99,00,000 രൂപയ്ക്ക് അപ്പുറമുള്ള ഒരു ബാധ്യതയും ഏറ്റെടുക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തയ്യാറല്ല. ഏതാണ്ട് 3,85,00,000 രൂപ ബോർഡിൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലുണ്ട്. 2,85,00,000 ഉള്ളത്. GSTയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് കൊണ്ട് അദാനിയുടെ 1 കോടി രൂപ കിട്ടും. അങ്ങനെ 3,85 കയ്യിലുണ്ട്. ഇനി 1,15,00,000 രൂപയാണ് കണ്ടെത്തേണ്ടത്. അത് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചെങ്കിലും പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ ചോദ്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് ചില സ്പോൺസർമാർ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും IIICയും ഊരാളുങ്കലും ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ തീരുമാനം അംഗീകരിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഊരാളുങ്കലിനെ അനുനയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല. IIICയെ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനമായതുകൊണ്ട് അതും വലിയ ബുദ്ധിമുട്ടില്ലാതെ നടപ്പാക്കാൻ വേണ്ടി കഴിയും. എന്തായാലും 26-ന് സംസ്ഥാന സർക്കാർ കൊടുക്കാൻ പോകുന്ന ഓഡിറ്ററുമായി ബന്ധപ്പെട്ട് അത് കൂടിയാലോചന നടത്തി 26-ന് ദേവസ്വം ബോർഡ് കൊടുക്കാൻ പോകുന്ന കണക്കോടുകൂടി ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന ആത്മവിശ്വാസമാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഇത് നേരത്തെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പലതരത്തിൽ ഉരുണ്ട് കളിച്ചതാണ് ഈ വിവാദങ്ങൾ ഇങ്ങനെ പോകാൻ വേണ്ടി ഉള്ള കാരണം. ഇപ്പോഴാണ് അതിനകത്തൊരു വ്യക്തത വന്നിട്ടുള്ളത്. അത് ആ വ്യക്തത വരുത്തുകയും ഇനി കോടതിയിലേക്ക് അത് എത്തിച്ചേരുമ്പോൾ ഇപ്പോൾ പറഞ്ഞ ആ വ്യക്തത കോടതിയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അവസാനിക്കുകയും ചെയ്യും എന്ന് തോന്നാം. പക്ഷേ രാഷ്ട്രീയ വിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ജിൽസി.